മൂന്ന് ലെയറുകളിലായി അയൺ ഡോമും ആരോ സംവിധാനവും ഡേവിഡ് സ്ലിങ്ങും അടക്കുന്ന ഈ പ്രതിരോധ കോട്ടയെ ഭേദിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ലെന്ന ഗീർവാണമായിരുന്നു ഇത്രയും നാൾ ഇസ്രയേൽ മുഴക്കിയതെങ്കിൽ ആ ഗീർവാണത്തെ തകർത്ത് തരിപ്പണമാക്കുന്നു ഇറാൻ എന്നാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങളിലൂടെ കാണുന്നത്. അതായത് വളരെ ചിലവ് കുറഞ്ഞ ഡ്രോണുകളും ചെറു മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഇൻ്റർസെപ്റ്ററുകളുടെ കണ്ണ് വെട്ടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. കോടാനുകോടി ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിനെ കേവലം ലക്ഷങ്ങൾ മാത്രം വിലയുള്ള ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് തകർത്തിരിക്കുന്നു. ഇസ്രയേലിൻ്റെ ഈ വ്യോമ പ്രതിരോധ സാങ്കേതിക വിദ്യയെ തകർത്ത ഇറാന്റെ ആ തന്ത്രം അതുതന്നെയാണ് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുന്നത്. ഇസ്രയേലിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പറ്റിയ ഗുരുതരമായ വീഴ്ചകളിലൊന്നു തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസമുള്ളത്. തെക്കൻ ഇസ്രയേലിൽ ഇറാൻ നടത്തിയ പുതിയ മിസൈൽ ആക്രമണങ്ങൾ അതിലേക്ക് തന്നെയാണ് വഴി തുറക്കുന്നത്. നമുക്കറിയാം, ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇസ്രയേലിൻ്റെ പല മേഖലകളിലും ഇസ്രയേലിൻ്റെ ആണവ ഗവേഷണ കേന്ദ്രത്തിനടുത്തുമൊക്കെ തന്നെ കനത്ത ആക്രമണം നടത്തിയത് ഇറാനെ സംബന്ധിച്ചൊരു മേൽക്കൈ തന്നെയായിരുന്നു. ഭേദിക്കാൻ കഴിയില്ല എന്നവർ ഉറച്ചു വിശ്വസിച്ച ഉരുക്കുകോട്ടകളൊക്കെ തന്നെ ഭേദിച്ച ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും കടന്നുകയറി. അറാദ് നഗരത്തിലും ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങളുള്ള ഡിമോണയിലുമൊക്കെ ഇറാൻ വിതച്ചത് കനത്ത നാശനഷ്ടങ്ങൾ തന്നെയായിരുന്നു. അക്കാര്യത്തിൽ സംശയമില്ല. കൃത്യമായ ഒരു മിലിറ്ററി തന്ത്രം ഇറാൻ ഇവിടെ പയറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുവരെ കണ്ടതല്ല യഥാർത്ഥ യുദ്ധമോ യഥാർത്ഥ ആയുധ കലവറയോ. ഇറാന്റെ കൈവശം വളരെ വില കുറഞ്ഞ ചെറു ഡ്രോണുകളും ചെറു മിസൈലുകളും ഒക്കെ തന്നെ ഒരു കമനീയ ശേഖരം തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് വലിയ സാങ്കേതിക വിദ്യകളിലേക്ക് പോകാൻ കഴിയില്ല. ഉപരോധങ്ങളും മറ്റ് വിലക്കുകളും ഉള്ളതുകൊണ്ട് നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നിർമ്മിക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി എണ്ണം തന്നെയാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധ സംവിധാനങ്ങളെ തന്നെ താറുമാറാക്കി, ആദ്യം ആശയക്കുഴപ്പത്തിലാക്കി. ആ സംശയത്തിനിടയിലേക്ക് ഇൻ്റർസെപ്റ്ററുകൾ തീർന്നെന്ന് ഉറപ്പാക്കിയ ശേഷം അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകളെ പായിച്ചു വിട്ടു. ഇങ്ങനെ ഒരു തന്ത്രമായിരുന്നു ഇസ്രയേലിനെ കുഴപ്പത്തിലാക്കിയത്. എങ്ങനെ കുഴപ്പത്തിലായി എന്ന് ചോദിച്ചാൽ, ഇസ്രയേലിന് നേരിടേണ്ടി വന്നത് പ്രധാനമായും ഹമാസ് പോലുള്ള ഗ്രൂപ്പുകളുടെ ലളിതമായ റോക്കറ്റുകളെ ആയിരുന്നു. അതല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ കനത്ത ആക്രമണത്തെ ആയിരുന്നു. അയൺ ഡോമിന് അതൊക്കെ വളരെ എളുപ്പത്തിൽ തകർക്കാൻ കഴിഞ്ഞിരുന്നു, അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിരുന്നു, കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ആക്യുറേറ്റായി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ നടത്തുന്നത് വളരെ വില കുറഞ്ഞ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതിരോധ കവചത്തെ ദുർബലമാക്കും. അതിനുശേഷമാണ് കൃത്യമായ ഹൈപ്പർസോണിക് മിസൈലുകളെ പായിച്ച് ഈ ആക്രമണം നടത്തിയത്. ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ സംവിധാനങ്ങൾ ഒട്ടും തന്നെ പര്യാപ്തമല്ല എന്നുള്ള ഒരു തെളിവ് കൂടിയാണ് ഈ സംഭവങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധം എന്ന് പറയുമ്പോൾ അത് അയൺ ഡോമും ഡേവിഡ് സ്ലിങ്ങും ആരോ സംവിധാനവും മാത്രമല്ല, അമേരിക്കയുടെ താഡ് സംവിധാനം അടക്കം അവരുടെ കൈവശമുണ്ട്. അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ബരാക്ക് 8, താഡ് എന്നിങ്ങനെയുള്ള വിവിധ തലങ്ങളിലുള്ള മികച്ച പ്രതിരോധ സംവിധാനം അവരുടെ കൈവശമുണ്ട്. 90% കൃത്യതയാണ് അയൺ ഡോം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ കുറഞ്ഞ 10% തന്നെയാണ് ഇറാൻ ഇപ്പോൾ ഈ സംവിധാനങ്ങളെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട പരാജയ കാരണങ്ങൾ വിലയിരുത്തുമ്പോൾ 3 കാരണങ്ങൾ തന്നെയാണ് എടുത്തുകാട്ടുന്നത്. ഇൻ്റർസെപ്റ്ററുകളുടെ ദൗർലഭ്യമാണ്. അതായത് നിരന്തരമായി ഏറെ വർഷങ്ങളായി ആക്രമണം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രയേൽ. അതുകൊണ്ട് അവരുടെ പക്കലുള്ള മിസൈലുകളെ തകർക്കുന്ന ഇൻ്റർസെപ്റ്ററുകളുടെ കുറവ് അത് കൂടുതലുണ്ടായിട്ടുണ്ട്. ഇനി മറ്റൊന്നെന്ന് പറയുമ്പോൾ, ഒരേ സമയം ഒന്നിലധികം മിസൈലുകൾ കൂട്ടമായി വരുമ്പോൾ, ഡ്രോണുകളും മറ്റുമൊക്കെ പാഞ്ഞെത്തുമ്പോൾ ഇതിനെ തകർക്കാൻ വേണ്ടി അവർക്ക് ചിലവാകുന്ന വലിയ തുക, ഇതിനെ കണ്ടെത്താൻ വേണ്ടി വരുന്ന ടാർഗറ്റ്, ഇതൊക്കെ തന്നെ എത്ര മികച്ച പ്രതിരോധ സംവിധാനമായിരുന്നാലും അവരുടെ ജോലി അമിത ജോലി ഭാരമായി മാറും, ഓവർലോഡായി മാറും. ഇനി ഇൻ്റർസെപ്റ്റർ മിസൈലുകളുടെ കാര്യം പറയുകയാണെങ്കിൽ, ശത്രുക്കൾ അയക്കുന്ന വില കുറഞ്ഞ ഒരു ഡ്രോണിനെ തകർക്കാൻ ഇസ്രയേലിന് ഉപയോഗിക്കേണ്ടി വരുന്നത് കോടാനുകോടികളാണ്. അത്രയധികം വിലമതിക്കുന്ന ഇൻ്റർസെപ്റ്റർ മിസൈലുകളാണ്. ഇത് സാമ്പത്തികമായി വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഇറാൻ 2 ഘട്ടങ്ങളിലായി നടത്തിയ തന്ത്രം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതിരോധ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ആദ്യ ഘട്ടത്തിൽ നിൽക്കുന്നു. ലോ കോസ്റ്റ് ഡ്രോണുകൾ റഡാറുകളിൽ കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ വലിയ ഉയരത്തിൽ പറക്കാതെ അന്തരീക്ഷത്തോട് ചേർന്ന് തന്നെ പറന്നുകൊണ്ട് റഡാർ ക്രോസ് സെക്ഷനുള്ള ഡ്രോണുകളാണ് ഇറാൻ ആദ്യം അയച്ചത്. ഇവയെ തകർക്കാൻ ഇസ്രയേലിന് അവരുടെ വില കൂടിയ ഇൻ്റർസെപ്റ്ററുകൾ ആദ്യം ഉപയോഗിച്ചു. പിന്നീടാകട്ടെ ബാലിസ്റ്റിക് മിസൈലുകളെ അപേക്ഷിച്ച് വേഗത കുറവാണെങ്കിൽ പോലും പൈലറ്റില്ല വിമാനങ്ങളെ പോലെ താഴ്ന്നു പറക്കുന്ന ക്രൂയിസ് മിസൈലുകൾ, ഇത് റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാൻ ഏറെ സഹായിക്കുന്നുണ്ട്. താഴ്ന്നു പറക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കണ്ടെത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം.
ഒരുപക്ഷെ ഡ്രോണുകളാണെന്ന് സംശയിച്ച് ഈ മിസൈലുകളും ലക്ഷ്യസ്ഥാനത്തേക്ക് പതിക്കും. ഇനി കനത്ത പ്രഹരം നൽകാൻ ഹൈപ്പർസോണിക് മിസൈലുകളും. ആദ്യഘട്ട ആക്രമണത്തിൽ ഇസ്രയേലിന്റെ റഡാറുകൾ ആശയക്കുഴപ്പത്തിലായി. ഇന്റർസെപ്റ്ററുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. തിരിച്ചടിക്കാനുള്ള സമയം കൂടുതൽ വേണ്ടിവരുന്നു. ആ സമയത്താണ് കൃത്യമായി ഹൈപ്പർസോണിക് മിസൈലുകളെ ഇറക്കിവിട്ട് ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഇവയെ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ തലവേദനയായി ഇന്ന് വിശേഷിപ്പിക്കുന്നു. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഫത-2 മിസൈലുകളിൽ HGV ഘടിപ്പിച്ചാണ് ആക്രമണം നടത്തിയത്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു നിശ്ചിത പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവയെ സംബന്ധിച്ച് ഇവയ്ക്ക് ദിശ മാറാൻ എളുപ്പമായിരിക്കും. വളഞ്ഞും പുളഞ്ഞും ഒക്കെ തന്നെ സിക്സാഗ് രീതിയിൽ ഇവ ആക്രമിക്കും. അതുകൊണ്ട് തന്നെ ഈ മിസൈലിലെ സഞ്ചാര പാത കണ്ടെത്തുക, ഗതി നിർണ്ണയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. മിസൈൽ എവിടെ വന്ന് വീഴുമെന്നോ എങ്ങനെ പതിക്കുമെന്നോ ആരെ ആക്രമിക്കുമെന്നോ ഒന്നും തന്നെ പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. 100 കണക്കിന് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ കെട്ടിടങ്ങൾ പോലും തകർത്ത് തരിപ്പണമാക്കും. Malayali Warta Plus, like, share and subscribe.